ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോട്ടിവേഷൻ, അതായത് പലർക്കും മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷന്റെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്കുള്ളിൽ ഒരു പേടിയുണ്ടാവും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ, അതോ അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമാവുമോ, അതോ അവർ ഏത് രീതിയിൽ എടുക്കും എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? അപ്പൊ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, ഒരു മോട്ടിവേഷന്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ തന്നെ മിറർ, അതായത് കണ്ണാടിയുടെ മുന്നിൽ നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്, അപ്പൊ അത് നിങ്ങളാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേന്ന് വെച്ചാൽ ആരെങ്കിലും ഇംഗ്ലീഷ് കോൺഫിഡൻസോടെ സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലും കാണും. ഇപ്പൊ നിങ്ങളുടെ റിലേറ്റീവ്സ് കാണും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും കാണും, നിങ്ങളുടെ കൊലീഗ്സ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കൊലീഗ്സ് ആരെങ്കിലും കാണും. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ ഒന്ന് സംസാരിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ വായിക്കുക. ഇപ്പൊ നമ്മൾ നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പുതിയ പുതിയ വേർഡ്സ് ഒക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഡെയിലി നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ മിറർ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ ഒരു 15 മിനിറ്റ് ഡെയിലി അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇപ്പൊ പുസ്തകങ്ങൾ വായിച്ചാൽ അതുപോലെ മാറ്റി വെക്കുക. ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനോടോ ഇവരോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളും അതിനൊരു 15 മിനിറ്റ് അവർക്ക് സമയം അഡ്ജസ്റ്റബിൾ, നിങ്ങൾക്ക് എങ്ങനെയാണ് സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഡെയിലി സ്ഥിരമായി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഒരാളോട് സംസാരിക്കാൻ നല്ല കോൺഫിഡൻസ് കിട്ടും. അപ്പൊ നിങ്ങൾ ഈ ഒരു ടിപ്പ് മറക്കണ്ട. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് കാണാം. ഓക്കെ. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും സി യു.